ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ ക്യാരറ്റ് പോളയാണ്. ലെയർ ആയിട്ടുള്ള പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട വേണം. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ വേണം. പിന്നെ 2-3 ഡ്രോപ്സ് വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം. പിന്നെ കുറച്ച് ഗാർണിഷിങ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗീ വേണം. അപ്പോൾ എങ്ങനെ പോള ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള മിക്സാണ് ഫസ്റ്റ് ലെയറായിട്ട് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ലെയർ ക്യാരറ്റ് വെച്ചിട്ടുള്ള മിക്സാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അതുപോലെ പാൽപ്പൊടി ചേർക്കാം. ഇതിൽ വാനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ കുറച്ച് വലിയ സൈസ് പൊട്ടാറ്റോ ആണ്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലൊരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോള കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ റിങ് വെക്കുന്നത്. ഇതിന് പകരമായിട്ട് ഫ്രൈ പാനും വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പോള ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് ലെയറാണ്. ഇനി ഇത് മൂടി വെക്കുക. ഇത് ചെറുതായിട്ട് കുക്കാകുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ മിക്സ് റെഡിയാക്കാം. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ വാനില എസൻസ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 മുട്ട. ഇനിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം, പഞ്ചസാര, വാനില എസൻസ്. നെക്സ്റ്റ് ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി സോസ് പാൻ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്ന ലെയർ പൊട്ടാറ്റോയുടെ ആണ്. അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് പതുക്കെ ചേർത്താൽ മതി. തീ നന്നായിട്ട് കുറച്ചിട്ടാണ് ഈ പോള ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പോള പെട്ടെന്ന് കരിഞ്ഞു പോവും. കാരണം ഇത് 2 ലെയറായിട്ടുള്ള പോളയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് കുക്കാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ക്യാരറ്റ് പോള ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ആൽമണ്ട്സിന് പകരമായിട്ട് കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ റൈസിൻസും ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. നമുക്ക് നമ്മുടെ പോള റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
തുടർന്നും വീഡിയോസൊക്കെ കാണുക. നെക്സ്റ്റ് വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.